എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് റീഡ് ചെയ്യാം. The air movements right from light breezes to violent gales are the results of variations in atmospheric pressure. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ടാവാം, ലോ പ്രഷർ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ കൂടിയ പ്രഷർ ഹൈ പ്രഷർ ഉണ്ടാവാറുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് രണ്ട് ടേമുകൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന് ലോ പ്രഷർ, ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ലോ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. മറ്റൊന്ന് ഹൈ പ്രഷറാണ്. ഹൈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എച്ച് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. ലോ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ, പ്രഷർ കുറയുന്ന അവസ്ഥയാണ്. ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് തൻ്റെ സറൗണ്ടിങ് റീജിയൻസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പ്രഷർ കുറവാണെങ്കിൽ നമ്മൾ അവിടെ ലോ പ്രഷർ ആണെന്നാണ് പറയുക. എന്നാൽ സറൗണ്ടിങ് റീജിയൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പാരിറ്റീവ്ലി പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ പ്രഷർ ആണെന്നാണ് പറയുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ലോ പ്രഷർ ഹൈ പ്രഷർ എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ പ്രഷറും ഹൈ പ്രഷറും ഒക്കെ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. ഇപ്പോൾ എനിവേ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ പല തരത്തിലുള്ള വേരിയേഷൻസുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. പ്രഷർ കൂടാം, പ്രഷർ കുറയാം. അപ്പോൾ ഈ പ്രഷർ വേരിയേഷൻസ് അനുസരിച്ചിട്ട് അവിടെ ലൈറ്റ് ബ്രീസസ് തൊട്ടിട്ട്, അതായത് ചെറിയ ഇളം കാറ്റുകൾ തൊട്ടിട്ട് വയലൻറ്റ് ഗെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊടുങ്കാറ്റുകൾ, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാറ്റുകൾ വരെ ഉണ്ടാവാം. അതായത് ഇതൊക്കെ ബേസിക്കലി കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എയർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കാറ്റുകളെ പറ്റിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പം അതിനെ പറ്റിയിട്ട് വലിയ തോതിൽ പറയുന്നില്ല. എനിവേ ഈ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ ഈ എയർ മൂവ്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഈ എയർ മൂവ്മെൻറ്റ് ചെറിയ ചെറിയ ഇളം കാറ്റുകൾ പോലത്തെ മൂവ്മെൻറ്റുകൾ തൊട്ടിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റുന്ന കൊടും കാറ്റുകൾ പോലെയുള്ള മൂവ്മെൻറ്റുകൾ വരെ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളല്ല, ഞാൻ നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ വായിച്ചു പോകുന്നത് കൊണ്ട് പറയുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ദസ് ത്രൂ അനാലിസിസ് thorough analysis regarding the spatial distribution of atmospheric pressure is essential for meteorological purposes. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ നിർണ്ണയിക്കാനും ഈ പറയുന്ന കടലിൽ പോകുന്ന ആളുകൾക്ക് മുൻകരുതലുകൾ കൊടുക്കാനും അങ്ങനെ നമ്മൾ ധാരാളം കൃത്യമായിട്ട് നമ്മൾ ഈ മീറ്ററോളജിക്കൽ പർപ്പസുകൾക്കായിട്ട് ഈ കാലാവസ്ഥ നിർവചിക്കുക, വെതർ കണ്ടീഷൻസുകൾ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുക, ആളുകളോട് ജാഗ്രത പാലിക്കാൻ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് ഈ പറയുന്ന ഓരോ സ്ഥലത്തെയും പ്രഷർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ അതുകൊണ്ട് വളരെ തറവ് അനാലിസിസ്, ഓരോ സ്ഥലത്തെയും പ്രഷർ വേരിയേഷൻസിനെ പറ്റിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള തറവ് അനാലിസിസ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തെയും ഓരോ ദിവസത്തെയും പ്രഷർ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഐസോബാർസ് എന്ന് പറയുന്ന ഒരു ലൈനുകളെ യൂസ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഐസോബാർസ്? നമുക്കിവിടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നമുക്കിവിടെ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. എന്താണ് ഐസോബാർസ്? ഐസോതേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഐസോതേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഐസോബാർസ്. എന്തായിരുന്നു ഐസോതേംസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചത്? നമ്മുടെ വേൾഡ് മാപ്പിനകത്ത് എവിടൊക്കെയാണോ ഒരു ദിവസം ഒരേ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉള്ളത് ആ സ്ഥലങ്ങളെ നമ്മൾ വേൾഡ് മാപ്പിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട്, സെയിം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കും. അങ്ങനെ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസുകളെയാണ്, അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഇമാജിനറി ലൈൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ഐസോതേംസ് എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ലൈനുകളില്ല, പക്ഷെ നമുക്ക് ഒരേ സ്ഥലത്ത് ഇന്ന് എവിടെയൊക്കെ ഒരേ ടെമ്പറേച്ചർ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്ററോളജിസ്റ്റുകൾ എന്ത് ചെയ്യണം? ജസ്റ്റ് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനാണ് ഐസോതേംസ്. അതുപോലെ ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ലൈൻസ് ആർ സ്മൂത്ത് കർവ്ഡ് ലൈൻസ് are drawn on maps to connect places having equal atmospheric pressure. These imaginary lines are called isobars. അതായത് നമ്മൾ വേൾഡ് മാപ്പിനകത്ത് എവിടൊക്കെയാണോ ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്, ഒരേപോലത്തെ
അറ്റ്മോസ്ഫിയറിക് പ്രഷർ എവിടേക്കാണോ ഉള്ളത് ആ സ്ഥലങ്ങളെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ ഒക്കെ പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവർ ഇമാജിനറി ലൈൻസ്, അവർ അങ്ങനെ ശരിക്കും അങ്ങനത്തെ ലൈൻസ് ഇല്ല, നമ്മൾ ഈ മാപ്പിനകത്ത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഒരേ പ്രഷറാണ്, അപ്പോൾ ആ സ്ഥലങ്ങളെയൊക്കെ കണക്ട് ചെയ്യും. വേറെ സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരേ പ്രശ്നം, അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ പരസ്പരം കണക്ട് ചെയ്യും. അങ്ങനെ സ്മൂത്ത് കർവ്ഡ് ലൈൻസുകൾ കൊണ്ട് വളരെ ഇങ്ങനെ ചെരിഞ്ഞും വളഞ്ഞൊക്കെ പോകുന്ന ലൈനുകൾ കൊണ്ട് കണക്ട് ചെയ്ത് വരക്കും. അങ്ങനെ വരക്കുന്ന ഇമാജിനറി ലൈൻസാണ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരക്കുന്ന ഇമാജിനറി ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഐസോബാർസ്. അപ്പോൾ വേണമെങ്കിൽ ഐസോബാർസ് നമുക്ക് എങ്ങനെ എഴുതാം? ഐസോബാർസ് ആർ ദ ഇമാജിനറി ലൈൻസ് വിച്ച് ആർ കണക്റ്റഡ് ടു പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെ വേണമെങ്കിൽ നമുക്കത് പഠിച്ചു വെക്കാം. അപ്പോൾ ഐസോ ടേംസ് പോലെ തന്നെ ഐസോ ബാൾസും തമ്മിൽ തെറ്റിപ്പോകരുത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മാപ്പ് ഷോയിങ് ദ വേൾഡ്, ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഐസോ ബാൾസിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ യൂസിങ് ഐസോ ബാൾസ്, അവിടെ ഐസോ ബാൾസുകൾ വരച്ചിട്ടുണ്ട്. ഫിഗർ 1.12 അവിടെ ദ സിമ്പിൾ എച്ച് റെപ്രസെൻറ്റ് ഹൈ പ്രഷർ സെൻറ്റേഴ്സും ആൻഡ് ലോ പ്രഷർ സെൻറ്റേഴ്സിനെയും കാണിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എച്ചും എല്ലും കാണാം. എച്ച് മീൻസ് അത് എന്തിൻ്റെ സിമ്പിളാണ്? അവിടെ ഹൈ പ്രഷർ എന്നതിനെ കാണിക്കുന്ന സിമ്പിളാണ്. എൽ മീൻസ് എന്താണ്? അത് ലോ പ്രഷർ സെൻറ്റേഴ്സിനെ കാണിക്കുന്ന സിമ്പിളാണ്. ഓക്കെ, നമുക്കിവിടെ നോക്കി നോക്കാം. ഇവിടെ നമുക്ക് കുറേ ലൈനുകളെ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു 1005 മില്ലി ബാർ ഉള്ള ഒരു ലൈൻ ഇതാ ഇവിടെ ഇങ്ങനെ പോകുന്നു. അത് എൽ എന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഈ ലൈന് പോകുന്ന സ്ഥലത്തൊക്കെ എല്ലാണ്, ലോ പ്രഷറാണ്, 1005 മില്ലി ബാർ ആണ് അവിടെ ഉള്ളത്. ഇനി ഇത് 1010 ഒരു ലൈന് പോകുന്നു. ആ ലൈന് ഞാൻ വേറൊരു കളർ വെച്ചിട്ട് കാണിച്ചു തരാം. 1010 ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഇവിടെ 1010 പിന്നെ ഇത് 1015 ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു അല്ലേ. പിന്നെ ഇത് നമ്മുടെ 2 ഹെമിസ്ഫിയറിലും ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. ഇതാ ഇവിടെ 1020 ഒരു ലൈന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, 1020 ഒരു ലൈന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും 1020 കാണാം. അത് 2 ഹെമിസ്ഫിയറിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ വരച്ചതാണ്. അപ്പോൾ ഇത് കടലിലൂടെയും ലാൻഡിലും കടലിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 1015 ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ. 1015 കരയിലൂടെ ലാൻഡിലൂടെയും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഓഷ്യനിലൂടെയും പോകുന്നുണ്ട്. ഓക്കെ, ഇനി അതിങ്ങനെ വീണ്ടും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് സ്മൂത്തായിട്ടുള്ള കർവ്ഡായിട്ട് വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന ലൈനുകളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇമാജിനറി ലൈൻസ് ആണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആസ് വി നോ ടെമ്പറേച്ചർ ഹീസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അല്ലേ. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ്. വിച്ച് മീൻസ് എന്താണ്? ഒന്ന് കൂടുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് കുറവായിരിക്കും? പ്രഷർ കുറവായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ദസ് ദ ലോവസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈറ്റ് ബി എക്സ്പീരിയൻസ് ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ ആൻഡ് ദ ഹയസ്റ്റ് മൈറ്റ് ബി ഇൻ ദ പോളാർ റീജിയൻസ്. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇക്വേറ്ററിലല്ലേ ഏറ്റവും കൂടുതൽ, 0 ഡിഗ്രിയിലല്ലേ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുക. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? സ്വാഭാവികമായിട്ടും ലോ പ്രഷറാണ്, ഏറ്റവും കുറവ് പ്രഷറാണ് വരേണ്ടത്. ഏറ്റവും കുറവ് ടെമ്പറേച്ചർ എവിടെയാണുള്ളത്? പോളാർ റീജിയൻസിലാണുള്ളത് അല്ലേ. ഒരു സെക്കൻഡ്, ഏറ്റവും കുറവ് എവിടെയുള്ളത്? പോളാർ റീജിയൻസിലാണ്. അത് 90 ഡിഗ്രിയിലാണ് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ ഉള്ളത്. ഇവിടെ 90 ഡിഗ്രി നോർത്തിലും 90 ഡിഗ്രി സൗത്തിലുമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ, അതായത് തണുപ്പ് കൂടുതലുള്ള സ്ഥലം, അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രഷർ വരേണ്ടത് അല്ലേ. ഇങ്ങനെയാണ് ആവേണ്ടത് അല്ലേ. നമ്മൾ പഠിച്ചത് പ്രകാരം ഇങ്ങനെയാണ് ആവേണ്ടത്. ഓക്കെ, പക്ഷേ ചെറിയ ചേഞ്ചസുകളുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദ പ്രഷർ ഷുഡ് ദെയർഫോർ ഇൻക്രീസ് ഫ്രം ദ ഇക്വേറ്റർ ടുവാർഡ്സ് ദ പോൾസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രകാരം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പ്രഷർ കുറയും, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ പ്രഷർ കൂടും എന്ന് നമ്മൾ പഠിച്ചത് പ്രകാരം എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പോളാറിലോട്ടേക്ക് പോകുന്തോറും പ്രഷർ കൂടി വരണം. കാര്യം ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇക്വേറ്ററിൽ നിന്ന് പോളാർ റീജിയൻസിലോട്ടേക്ക് പോകുന്തോറും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം? അവിടെ പ്രഷർ പ്രഷർ കൂടി വരണം. ബട്ട് ആക്ച്വലി ദിസ് ഇസ് നോട്ട് ദ കേസ്. എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്ത് ഇതല്ല സംഭവിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അതാണെങ്കിൽ കൂടെ ലോകത്ത് ശരിക്കും ഇങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ തെറ്റായിരുന്നോ? ഒരിക്കലുമല്ല, നമ്മൾ പഠിച്ചത് തെറ്റൊന്നുമല്ല. പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് ചില കേസുകളുടെ കാര്യത്തിലാണ്. അതായത് ലോകത്ത് ചില ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ടെമ്പറേച്ചർ കൊണ്ട് മാത്രമല്ല, വേറെയും കുറേ ഫാക്ടേഴ്സ് അവിടെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രകാരം ഉള്ളതല്ല ലോകത്ത് യഥാർത്ഥത്തിൽ ചില ലാറ്റിറ്റ്യൂഡ്സ്
ബെൽസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഡിസ്റ്റിങ് പ്രഷർ കണ്ടീഷൻസ് പ്രിവൈൽ അറ്റ് സർട്ടൻ സ്പെസിഫിക് സോൺ ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ റൊട്ടേഷൻ എന്ന് പറയുന്ന കാര്യം, ഓക്കെ, ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറയുക. രണ്ട് ടൈപ്പിലുള്ള കറക്കമാണ് ഭൂമിക്കുള്ളത്. ഒന്ന് റവല്യൂഷൻ എന്ന് പറയും, മറ്റൊന്ന് റൊട്ടേഷൻ എന്ന് പറയും, അല്ലേ? റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്താണ്, എർത്ത് ഒരു 36 അതായത് 365 ഡേയ്സ് കൊണ്ട്, അത് 365 പോയിൻറ്റ്, കറക്റ്റ് പറയുകയാണെങ്കിൽ 365.4 എന്ന് പറയും, നമ്മൾ ഒരു 4 എടുക്കാം. അപ്പോൾ 365.4 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഈ 365.4 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതാണ് ഒരു 0.4 അല്ല, ഓക്കെ. അപ്പം 365.4 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് റൊട്ടേഷനാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് സ്വയം തിരിയുന്നതാണ്. അതായത് മറ്റതും സ്വയം തിരിയുന്നതാണ്, പക്ഷെ അത് മറ്റത് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വർഷം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഒരു വർഷം എന്ന് പറയാം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, അത് 24 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ റൊട്ടേഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന രാത്രി പകൽ ഡേ നൈറ്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റൊട്ടേഷൻ മൂവ്മെൻറ്റ് കാരണം നമുക്ക് രണ്ട് കറക്കമുണ്ടെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അതിൽ റെവല്യൂഷനല്ല, റൊട്ടേഷൻ കൊണ്ടാണ്, റൊട്ടേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി ചില സ്ഥലങ്ങളിൽ വരുന്നത് കൊണ്ട് അവിടെ ടെമ്പറേച്ചർ മാത്രമല്ല, റൊട്ടേഷൻ്റെ ചില ഇൻഫ്ലുവൻസ് കൊണ്ട് കൂടി ചില സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചത് പ്രകാരമല്ല എന്തുള്ളത്, ഈ പ്രഷർ ഉള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ചത് പ്രകാരം ടെമ്പറേച്ചർ കുറവാണെങ്കിൽ പ്രഷർ കൂടണം, ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പ്രഷർ കുറയണം. പക്ഷേ ഇവിടെ പറയുന്നത് ഭൂമിയിലെ ചില സ്ഥലങ്ങളിൽ എർത്തിൻ്റെ റൊട്ടേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി, ഭൂമി കറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില സ്വാധീനങ്ങൾ കൂടി, ചില ഇൻഫ്ലുവൻസസുകൾ കൂടി വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ചില സ്പെസിഫിക് സോണുകളിലെ ചില ഈ ടെമ്പറേച്ചറിനെ മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളെ മാത്രം വെച്ചുകൊണ്ട് പ്രഷറിനെ പറയാൻ പറ്റില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സോണുകളുണ്ട്. ഇത്തരം ചില സോണുകളെ നമ്മൾ പ്രഷർ ബെൽറ്റ്സ് എന്നാണ് വിളിക്കുക. കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്തരം സോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന്. അതായത് എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആവാതെ ഞാൻ പറയുന്ന കാര്യം ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ് ആർ ഫോംഡ് അലോങ് സർട്ടൻ സ്പെസിഫിക് ലാറ്റിറ്റ്യൂഡിനൽ സോൺ. ചില പ്രത്യേക ലാറ്റിറ്റ്യൂഡിനൽ സോണുകളിൽ ചില പ്രത്യേക സവിശേഷമായ ചില ലാറ്റിറ്റ്യൂഡിനൽ ഏരിയകളിൽ അവിടെ ചില സ്ഥിരമായിട്ട് ചില പ്രഷർ ആണ് ഉള്ളത്. സ്ഥിരമായിട്ട് ഒരേ പ്രഷറാണ് ചില ലാറ്റിറ്റ്യൂഡിനൽ ഏരിയകളിലുള്ളത്. ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സുകളാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഈ പറയുന്ന ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ പ്രഷറല്ല ഉള്ളത്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ എപ്പോഴും ഒരേ പ്രഷറാണ് ഉള്ളത്. ചില പ്രത്യേക സ്ഥലങ്ങൾ, ചില പ്രത്യേക ലാറ്റിറ്റ്യൂഡിനൽ ഏരിയകളിൽ, ലാറ്റിറ്റ്യൂഡിനൽ സോണുകളിൽ, മേഖലകളിൽ ചില പ്രത്യേക പ്രഷറാണ് ഉള്ളത്. അത്തരം സ്ഥലങ്ങളെ അല്ലെങ്കിൽ അത്തരം ആ പ്രഷർ ബെൽറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന്. പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, പേടിക്കേണ്ട. ബെൽറ്റ്സ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഏരിയ, ഒരു മൊത്തത്തിലുള്ള ഒരു ഏരിയ, അതിനെയാണ് നമ്മളിവിടെ ബെൽറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ, ഇനി കൂടുതൽ കൺഫ്യൂഷൻ ആക്കാതെ നമുക്ക് പഠിക്കേണ്ട ഭാഗം മാത്രം ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരികയാണെങ്കിൽ, distinct pressure conditions prevail at certain specific zones due to the influence of rotation on the earth. Different pressure belts are formed along certain specific latitudinal zones. These are called global pressure belts. ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് പ്രകാരം ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് വരുന്ന പ്രഷർ വേരിയേഷൻസ് മാത്രമല്ല, ചില ഡിസ്റ്റിങ് പ്രഷർ കണ്ടീഷൻസ് പ്രിവൈൽ. ചില സ്ഥലങ്ങളിൽ എപ്പോഴും ഒരേ പ്രഷറുണ്ട്. സർട്ടൈൻ സ്പെസിഫിക് സോൺസ്, ചില പ്രത്യേക സോണുകളിൽ എപ്പോഴും എന്താണുള്ളത്, ഒരേപോലത്തെ പ്രഷറാണുള്ളത്. അത് എന്തുകൊണ്ടാണ്? അത് ഈ പറയുന്ന ടെമ്പറേച്ചറും മറ്റുള്ളത് കൊണ്ട് മാത്രമല്ല, അവിടെ എർത്തിൻ്റെ റൊട്ടേഷൻ കൂടി കാരണമായിട്ട് ചില സ്പെസിഫിക് സോണുകളിൽ എപ്പോഴും ചില പ്രത്യേക പ്രഷറാണ് ഉള്ളത്. അത്തരത്തിൽ ഉള്ള ചില പ്രത്യേക ലാറ്റിറ്റ്യൂഡിനൽ സോണുകൾ ഭൂമിയിലുണ്ട്. ആ ലാറ്റിറ്റ്യൂഡിനൽ സോണുകളിൽ എപ്പോഴും ഒരേപോലത്തെ പ്രഷറാണ്.
എപ്പോഴും സെയിം പ്രഷർ ബെൽറ്റ്സുകളാണ് അവിടെ ഉള്ളത്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. അപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം ഈ എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്ന ഫാക്ടർ കൂടി കാരണം എന്താ സംഭവിച്ചുള്ളത്, ചില ലാറ്റിറ്റ്യൂഡിനൽ സോണുകളിൽ എന്താണ് എപ്പോഴും ചില പ്രത്യേക പ്രഷറുകൾ എപ്പോഴും സ്ഥിരമായിട്ട് ഒരേ പ്രഷർ ഫോം ചെയ്തിരിക്കുന്നു. അത് ഡിസ്റ്റിങ് പ്രഷർ കണ്ടീഷൻസാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ടും കുറഞ്ഞതുകൊണ്ടും മാത്രമല്ല അവിടെ. അപ്പോൾ അങ്ങനെ അത് പ്രകാരം വെച്ച് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്ന കാര്യം കൂടി ചേർന്നതുകൊണ്ട് ചില പ്രത്യേക പ്രഷറുകളാണുള്ളത്. അത്തരത്തിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ചില പ്രത്യേക ലാറ്റിറ്റ്യൂഡിൻ്റെ ഏരിയകളിൽ, അതായത് ചില പ്രത്യേക ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിലായിട്ട് ചില പ്രത്യേക സോണുകൾ ഫോം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റുകൾ ഫോം ചെയ്തിരിക്കുന്നു. അവയെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ നോക്കിക്കോളൂ. ഇതാ 0 ഡിഗ്രിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇക്വറ്റോറിയൽ, ഞാനിവിടെ റെഡ് മഷീനിൽ അടയാളം, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ട് 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ 30 ഡിഗ്രിയിലും സദേൺ ഹെമിസ്ഫിയറിലെ 30 ഡിഗ്രിയിലും വരുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വേറ്റർ ആണല്ലോ. ഇക്വേറ്ററിൽ എപ്പോഴും, ഇക്വേറ്റർ എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്ത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഒരു ഈ പറഞ്ഞ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഏരിയ ആണ്. എപ്പോഴും ഒരേ പ്രഷറുള്ള ഒരു സ്ഥലമാണ്. അവിടെ എന്താണ് എപ്പോഴും ഇക്വേറ്റർ ഏരിയയിൽ എപ്പോഴും ലോ പ്രഷറാണ്, പ്രഷർ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് വിളിക്കാം. 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് എന്ന് പറഞ്ഞാൽ ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഇത് സദേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുന്ന 30 ഡിഗ്രികളാണ്. 30 ഡിഗ്രീസിനെ നമ്മൾ പൊതുവെ വിളിക്കാറുള്ള പേര് സബ് ട്രോപ്പിക്കൽ ഏരിയകൾ എന്നാണ് വിളിക്കാറുള്ളത്. സബ് ട്രോപ്പിക്കൽ ഏരിയകൾ എന്നാണ്. ഈ സബ് ട്രോപ്പിക്കൽ ഏരിയാസും നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒരേ പ്രഷറുള്ള സ്ഥലമാണ്. അവിടെ വരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഏരിയാസിൽ ഉള്ള പ്രഷർ എന്ന് നമ്മൾ എപ്പോഴും ഒരേ പ്രഷറാണുള്ളത്, അതാണ് ഹൈ പ്രഷർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 30 ഡിഗ്രി നോർത്തിനെയും 30 ഡിഗ്രി സൗത്തിനെയും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് എന്ന് വിളിച്ചു. ഇനി 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തും, നോർത്തേൺ ഹെമിസ്ഫിയറിലെ 60 ഡിഗ്രിയും സദേൺ ഹെമിസ്ഫിയറിലെ 60 ഡിഗ്രിയും, ഇതിനെ പൊതുവേ നമ്മൾ വിളിക്കാറുള്ള പേര് സബ്പോളാർ ഏരിയാസ് എന്നാണ്. സബ്പോളാർ ഏരിയാസ് എന്നാണ്. ഈ സബ്പോളാർ ഏരിയാസ് നോക്കിയപ്പോൾ അവിടെയും എന്താണ് എപ്പോഴും ഒരേ പ്രഷറാണുള്ളത്. അവിടെയുള്ള പ്രഷർ ഏതാണ്, എപ്പോഴും ലോ പ്രഷറാണ്. അതുകൊണ്ട് ഈ 60 ഡിഗ്രി നോർത്തിനെയും 60 ഡിഗ്രി സൗത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഇനി 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും, 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും എന്താണ്, ബേസിക്കലി അത് നമ്മൾ അറിയപ്പെടുന്ന പേര് പോളാർ റീജൻസ് എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. പോളാർ റീജൻസ് എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. പക്ഷേ ഈ പോളാർ റീജൻസിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് എപ്പോഴും ഒരേ പ്രഷറാണ്. എന്ത് പ്രഷറാണ്, ഹൈ പ്രഷറാണുള്ളത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ കണ്ടില്ലേ, ഏതൊക്കെയാണ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്, 60 ഡിഗ്രീസ് ആണെങ്കിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്, 90 ഡിഗ്രീസ് ആണെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ്. ഇവിടങ്ങളിലൊക്കെ എന്താണുള്ളത്, എപ്പോഴും ഒരേ പ്രഷറാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ചില സ്ഥലങ്ങളിൽ, ചില ലാറ്റിറ്റ്യൂഡിനൽ ഏരിയാസിൽ എപ്പോഴും എന്താണ് ഒരേ പ്രഷറാണുള്ളത്. ചില പ്രത്യേക പ്രഷർ ബെൽറ്റുകളാണ് ഇത്തരം ലാറ്റിറ്റ്യൂഡിനൽ സോണുകൾ രൂപം കൊണ്ടിട്ടുള്ളത്. അവയെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. അപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചിത്രം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയുള്ള ചിത്രമാണ്. അപ്പോൾ ഏതൊക്കെയാണ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് അല്ലേ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. 30 ഡിഗ്രി നോർത്തിലുമുണ്ട്, 30 ഡിഗ്രി സൗത്തിലുമുണ്ട്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രിയിൽ മാത്രം. 0 ഡിഗ്രി മാത്രമല്ല, നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ ചെറിയ പോയിന്റുകളുണ്ട്. അത് ഞാൻ നേരത്തെ ഇനി പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇനി 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തും അതിന് നമ്മൾ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് എന്ന് വിളിക്കുന്നു അല്ലേ. ഇവിടെ ഒരു പ്രഷർ, ഇത് രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ രണ്ട് ഒരേ പേര് തന്നെയാണ്. പക്ഷേ ഒന്ന് 60 ഡിഗ്രി നോർത്തിലാണ്, ഒന്ന് 60 ഡിഗ്രി സൗത്തിലാണ്. ഇനി പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് എവിടെയൊക്കെയാണുള്ളത്, 90 ഡിഗ്രി നോർത്തിലും 90 ഡിഗ്രി സൗത്തിലും. അപ്പോൾ ഈ ചിത്രം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ
നമ്മൾ എങ്ങനെയാണ് ഇത് ഓരോന്നും ഇത്തരത്തിൽ ചില പ്രത്യേക പ്രഷർ ബെൽറ്റുകളായി ഫോം ചെയ്തത്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ്, ഇവ മൂന്നുമാണ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി ലോകത്ത് എല്ലാ സ്ഥലത്തും ഇത് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഈ ഭാഗത്ത് മാത്രം എന്താ പറ്റിയത്, വേറെ ഒരു റീസൺ കൂടിയുണ്ട്. എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ട് സ്ഥിരമായിട്ട് ചില പ്രഷർ സോണുകൾ അങ്ങോട്ട് ഫോം ചെയ്തു. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, വേറെയും ചില ഫാക്ടേഴ്സുകൾ അവയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് എർത്തിൻ്റെ റൊട്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളാണ് ഈ പറയുന്ന ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.